സ്റ്റുഡൻസ് ഇന്ന് +1 ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിലെ പൈ ഡയഗ്രമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡ്രോ എ പൈ ഡയഗ്രാം ഫ്രം ദി ഫോളോവിങ്. താഴെ പറയുന്ന ഡേറ്റ ഉപയോഗിച്ച് ഒരു പൈ ഡയഗ്രാം നിർമ്മിക്കുക. ഇതിന് പബ്ലിക് പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. 5 സ്കോർ വരുന്നൊരു ക്വസ്റ്റ്യനാണിത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. 5 മാർക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐറ്റംസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് 2 കോളം തന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അത് വീണ്ടും ഒന്നുകൂടെ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതുക. ഐറ്റംസ് എക്സ്പെൻഡിച്ചർ, ഐറ്റംസ് ഫുഡ് 300, ഫുഡ് ക്ലോത്തിങ്, റെൻറ്റ്, മെസ്ലേനിയസ് എന്ന് പറഞ്ഞാൽ പല വക ചിലവുകളുണ്ടല്ലോ. ടൂർ പോകുന്നത്, ഒരു കുടുംബത്തിൽ ടൂർ പോകുന്നത്, സിനിമ കാണാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ചിലവാണ്. പിന്നെ മരുന്നൊക്കെ മേടിക്കാൻ അങ്ങനെയൊക്കെയുള്ള ചിലവാണ് മെസ്ലേനിയസ് വരുന്നത്. അപ്പം ഇത്രയും വിവരങ്ങൾ, തന്നിരിക്കുന്ന വിവരങ്ങൾ ഇങ്ങോട്ട് നമുക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് അതിനോരോന്നിനും തന്നിരിക്കുന്ന എമൗണ്ട് നേരെ തന്നിരിക്കുന്ന ഫുഡിന് 300 രൂപയല്ല ഇവിടെ. ഇത് ചിലപ്പം 30,000 വരുമാനമുള്ള ആളിൻ്റെ 3,000 അല്ലെങ്കിൽ അത്ര ആയിരിക്കും ചിലവ്. ഇനി 150, ദെൻ റെൻറ്റ് 20, 30. അപ്പോൾ ആദ്യം ഇതങ്ങ് കൂട്ടിയെടുക്കുക. ആകെയുള്ള ചിലവ് കൂട്ടിയെടുക്കുക. $500 വരും. ഇനി ഇത് 120, അപ്പോൾ 600 വരും. 120 ആണ്. അപ്പം ആകെ 600 വരും. ചിലവാകെ 600. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇനി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ അടുത്ത സ്റ്റെപ്പ് പെർസെൻറ്റേജ് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. പെർസെൻറ്റേജ് അത് കണ്ടുപിടിക്കാൻ ഈ തന്നിരിക്കുന്ന ഓരോ അളവുണ്ടല്ലോ, 300 എന്നുള്ള അളവ് പിന്നെ 600 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ എല്ലാത്തിനെയും എന്ത് ചെയ്താൽ മതി? 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6×5 30. അപ്പോൾ അവിടെ എത്ര വരും? 50 വരും. 50. ഇനി അടുത്തത് 150 ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 100. എല്ലായിടത്തും ഇത് തന്നെ സ്റ്റെപ്പ്. 150നെ 6 കൊണ്ട്, അപ്പോൾ 25. അടുത്ത് തനിയെ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. 20, 30, 25 വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 100 വരണം. 5 5 10, 0 1 5 5 10 0 1 5 4 9 10 100 വരും. ഇനി അടുത്ത ഡിഗ്രി മെഷർമെൻ്റ് ആണ് അടുത്തത്. ഡിഗ്രി മെഷർ കാണുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഡിഗ്രി അളവ് കാണണം. ഡിഗ്രി മെഷർ കാണാൻ ഈ കിട്ടിയ ഓരോന്നിനെ 50നെ 3.6 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 50 × 3.6, അപ്പോൾ 180 വരും. അടുത്തത് 25 ഇൻറ്റു ഓരോ നമ്പറിനെ 3.6 കൊണ്ട് ഇൻറ്റു ചെയ്തെടുക്കണം. അപ്പോൾ 90. കാൽക്കുലേറ്റർ ക്ലാസ്സിൽ കയറ്റാം, അതുകൊണ്ട് കാൽക്കുലേഷൻ എളുപ്പമായിട്ട് വരും. ഇനി വീണ്ടും അടുത്തത് 20 × 3.6, അപ്പം 72 വരും. പിന്നെ അടുത്തത് 5 × 3.6, 5 × 3.6, അപ്പോൾ അത് 18 വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പം 360 കിട്ടണം. 360 കിട്ടും. ഇത് 26, 360 കിട്ടും. അപ്പം ഒരു സർക്കിൾ, നമ്മുടെ നേരത്തെ ഒരു സർക്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കിളിൻ്റെ വേറെണ്ണം വരയ്ക്കാം. ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എടുത്തിട്ട് വേണം വരയ്ക്കാൻ. അതായത് അതിന് വേണ്ടി നമ്മളിവിടെ 360 കണ്ടുപിടിച്ചിരിക്കുന്നത്. 360 കണ്ടുപിടിക്കുന്ന ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ട് ഏത് രീതിയിൽ അത് വരുന്നതെന്ന് ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം.
ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളാദ്യമേ കോമ്പസ് ഉപയോഗിച്ച് പെൻസിൽ ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കുക. ഇനി അത് ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് എവിടേക്കെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അവിടെ പ്രൊട്രാക്ടർ വെക്കുക. അവിടുന്ന് നമുക്ക് ആദ്യത്തെ അളവ് ഈ അളവാണ് എടുക്കേണ്ടത്. ആദ്യത്തെ അളവ് 150 ആണ്. ആദ്യത്തെ അളവ് 150 ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് അളവ് 150. അപ്പോൾ അത് കണക്കാക്കി എടുത്തിട്ട് ആ 150 പ്രൊട്രാക്ടർ വെച്ച് 150 അതിന് നേരെ ഇവിടെ വരും. അപ്പോൾ അവിടേക്ക് അത് ചേർത്ത് വരയ്ക്കുക. ചേർത്ത് വരച്ചു. ഇനി വീണ്ടും ഈ വരയിൽ വേണം അടുത്തതായിട്ട് ഇവിടെ വെക്കണം പ്രൊട്രാക്ടർ. ഈ നമ്മൾ വരച്ച് ഇത്രയും വരെ നമ്മൾ 150 അളന്നെടുത്തിരിക്കുക. 150 ഇത് ഫുഡാണ്, അത് അളന്നെടുത്തിരിക്കുക. ഇനി അടുത്തത് 90 ആണ് അടുത്തത്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെക്കണം. വെച്ചിട്ട് 90 അളന്നെടുത്ത് 90 ഇവിടെ കാണിക്കുക. 90 വീണ്ടും 70 ഇട്ടു. വീണ്ടും ഈ വരയിൽ നമ്മൾ വരച്ച് തീർത്ത വരയിൽ വേണം വീണ്ടും വെക്കാൻ. വരച്ചിട്ട് 70 ഇട്ടു. അവിടേക്ക് വരച്ച് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. ബാക്കി 18 ആയിരിക്കും. എന്നിട്ടത് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത് ഫുഡാണ്. ആദ്യത്തേത് ഫുഡാണ്, അത് 180 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത് നമ്മൾ അളന്ന് എടുത്തിരിക്കുന്ന ക്ലോത്തിങ് ആണ്, ഇത് 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ അളന്നെടുത്തിരിക്കുന്നത് റെൻ്റാണ്. റെൻ്റ്. നാലാമത് നമ്മൾ അളന്നെടുത്തിരിക്കുന്ന മിസ്ലേനിയസ് പല വകയുള്ള ചെലവാണ്. ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതൊക്കെ കൊടുക്കാം. ഇത് ഇങ്ങനെ ഡെക്കറേഷൻസ് കൊടുക്കാൻ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് പേരെഴുതി വെച്ചാലും മതി. എന്നിട്ട് ഡെക്കറേഷൻ കൊടുത്താൽ ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഇത് ഫുഡിനെ കാണിക്കുന്നതാണ് പണ്ട് ഇൻഡിക്കേറ്റർ കൊടുക്കണം. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഓരോരോ കളർ കൊണ്ട് ഡെക്കറേഷൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ക്ലോത്തിങ്ങിനെ നമുക്കിങ്ങനത്തെ ഡാഷ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് റെൻ്റ് പ്ലസ് ഇട്ട് കൊടുക്കുക റെൻറ്റിന്. അല്ലെങ്കിൽ വേറെ കളറായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇനി മിസ്ലേനിയസിന് ഷെയ്ഡ് ചെയ്യണ്ട. എന്നിട്ട് ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഇൻഡിക്കേറ്റർ റെഡ് കളറിലുള്ള ഇത് ഫുഡിനെ സൂചിപ്പിക്കുന്നു. ഫുഡ്. പിന്നെ ഇത് ക്ലോത്തിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോന്നും ഇൻഡിക്കേറ്ററും കൊടുക്കുക. ആ രീതിയിൽ ഇത് തയ്യാറാക്കി വയ്ക്കുക. അപ്പം നിങ്ങൾ വീണ്ടും ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. അത് ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ബ്ലാങ്കായിട്ട് കിടക്കുന്നത് മിസ്ലേനിയസ് ആണെന്ന് സൂചിപ്പിച്ച് കൊടുക്കുക. ഈ രീതിയിൽ വരച്ച് വെച്ചാൽ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ആകുന്നതാണ്. 5 മാർക്ക് സ്കോർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിലൊരു വരച്ച് വയ്ക്കുന്നത്. അപ്പം ഈ രീതിയിൽ ചെയ്ത് വയ്ക്കുക.